ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന വിവാദത്തിൽ ജി സുധാകരന് മറുപടിയുമായി എച്ച് സലാം. വിവാദങ്ങൾ ബോധപൂർവമാണെന്നും വാർത്തകൾ വരുന്നത് സ്വാഭാവികമായി അല്ലെന്നും എംഎൽഎ പറഞ്ഞു. നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കി. ഓരോ കാലത്തും ചുമതലപ്പെട്ടവർ അത് നിർവഹിക്കുക എന്നതാണ് പ്രധാനമെന്നും എച്ച് സലാം ഉദ്ഘാടന ചടങ്ങിൽ പ്രതികരിച്ചു. ഓരോ സന്ദർഭത്തിൽ ചുമതലപ്പെട്ട ആളുകൾ ആരെന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിച്ചതാണ്. അത് ഞാനാണെങ്കിലും ശ്രീ ആരിഫാണെങ്കിലും മറ്റാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അതാണ്. ആ സമയത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഞാനിത് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനോഹരമായ ഭംഗിയായ ചടങ്ങ് നടപ്പാക്കപ്പെടുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ അനാവശ്യമായ വാർത്തയും വിവാദവും സൃഷ്ടിക്കാൻ ചില സമരങ്ങൾ പോലും ഉണ്ടാകുന്നതാണ് കേട്ടത്. എന്ത് കാര്യത്തിനാ? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് അനുവദിക്കുന്നു. ആ സമയത്ത് എം പിമാരുണ്ടായിരിക്കുക, എം എൽ എമാര് കാണും, മന്ത്രിമാര് കാണും, എല്ലാവരെയും പങ്കുണ്ട്. ആരെയും തള്ളിക്കളയേണ്ടതായിട്ടില്ല. അതൊന്നും വിവാദമാക്കി പോകേണ്ട കാര്യമില്ല. നാളെ അങ്ങനെയാണ് പോകേണ്ടത്. എത്ര നെഗറ്റീവായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിന്റെ 100 ഇരട്ടി പോസിറ്റീവായ വശം നിൽക്കുന്ന മണ്ണാണ്. തന്നെയും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും ഉദ്ഘാടന ചടങ്ങിന് വിളിക്കാത്തതിനെതിരെ ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. മുൻ എം പി KC വേണുഗോപാലിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും സമരത്തിലാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ വിവാദം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇപ്പൊ സലാമിന്റെ മറുപടി ആലപ്പുഴ രാഷ്ട്രീയത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയല്ലേ? രഞ്ജിത്ത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആദ്യഘട്ടത്തിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ MP ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ വിവാദം. ഒപ്പം തന്നെ ഈ ഉദ്ഘാടനം നടക്കുന്നതിന്റെ മുന്നിൽ തന്നെ കോൺഗ്രസ് സമരവുമായി രംഗത്ത് വരികയും DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി അത് CPM-നുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ജി സുധാകരനാണ് അത്തരം കാര്യങ്ങൾ, അതായത് മെഡിക്കൽ കോളേജിന്റെ ഓരോ ഘട്ടത്തിലും താൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒപ്പം തന്നെ അതിനകത്ത് പറഞ്ഞത് ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഇപ്പോൾ ചരിത്ര നിരാസമാണ് ചില ഭാരവാഹികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചരിത്രം മറയ്ക്കപ്പെടുന്നില്ല. തന്നെ വിളിച്ചില്ലെങ്കിൽ പരിഭവമില്ല. പക്ഷേ KK ശൈലജ, അതായത് KK ശൈലജ മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് ഏറ്റവും അധികം ഈ വർക്ക് നിർമ്മാണം 2016 മുൻ LDF സർക്കാരിന്റെ കാലത്താണ് ഏറെക്കുറെ ഈ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെ വിളിക്കാതിരുന്നതും പരിഭവമില്ല. പക്ഷെ ശൈലജയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നതോടെ അത് മറ്റൊരു തലത്തിലുള്ള വിവാദത്തിലേക്ക് മാറി. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും താൻ ജി സുധാകരനെയും KC വേണുഗോപാലെ വിളിക്കാത്തതുകൊണ്ട് തങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. ഇതിനാണ് ഇപ്പോൾ എച്ച് സലാം ഉദ്ഘാടന വേദിയിൽ തന്നെ മറുപടി പറഞ്ഞത്. വിവാദങ്ങൾ സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നുള്ളതായിരുന്നു ജി സുധാകരൻ. ഇത് ബോധപൂർവമായ ഒരു നടപടിയായിരുന്നു. നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കി എന്ന എച്ച് സലാം പറയുന്നു. ഒപ്പം തന്നെ ഈ ആലപ്പുഴയിൽ നിന്ന് വണ്ടാനത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ വലിയ എതിർപ്പുണ്ടായി. ഇന്ന് പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നവർ അന്ന് എതിർത്ത കോൺഗ്രസുകാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സലാം പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ ഘട്ടത്തിലും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ ഓരോ ചുമതലകൾ വഹിക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അത് ജി സുധാകരനുള്ള പരോക്ഷമായ ഒരു മറുപടിയായി തന്നെയാണ് കണക്കാക്കാനാവുക. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ JP നഡ്ഡ 2016 നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ മുൻ MLA-മാരെ വിളിച്ചിട്ടില്ല, മുൻ MP-മാരെ വിളിച്ചിട്ടില്ല. അതാണ് താൻ ഇത്തവണയും തുടർന്നെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ ജി സുധാകരന് പരോക്ഷമായും തന്നെ ഒരു മറുപടിയാണ് നൽകിയത്. ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അത്തരത്തിൽ ജി സുധാകരനുള്ള ഒരു മറുപടി തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ശരി, ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. ഈ മുഖ്യമന്ത്രിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന് എയിംസ് ലഭ്യമാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ കേരളമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മാനദണ്ഡം വെച്ചായാലും എയിംസ് കേരളത്തിന് അനുവദിക്കാൻ യോഗ്യതയുണ്ട്. ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനമാണ് കേരളം കാഴ്ചവെക്കുന്നതെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. അനുകൂലമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. പക്ഷേ കഴിഞ്ഞ തവണ ലിസ്റ്റ് വന്നപ്പോൾ കേരളമില്ല. ഇവിടെ
നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് കേരളത്തിൻ്റെ ന്യായമായൊരു ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ആ ആവശ്യം ഗൗരവമായി പരിഗണിക്കണം. ഏറ്റവും വേഗതയിൽ ഇനിയും കാലതാമസം വരുത്താതെ എയിംസ് കേരളത്തിന് അനുവദിച്ച് നൽകണം എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാനത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററിക്ക് യൂട്യൂബിലും ട്വിറ്ററിലും വിലക്ക്. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ സമൂഹമാധ്യമങ്ങളിലെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഡോക്യുമെന്ററിയുടെ ലിങ്ക് നേരത്തെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം 17-നാണ് BBC പ്രക്ഷേപണം ചെയ്തത്. ഡോക്യുമെന്ററി കൊളോണിയൽ മനോഭാവത്തോടെ ഉള്ളതാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ചൂണ്ടിക്കാട്ടി 302 പ്രമുഖർ പ്രസ്താവന ഇറക്കി. മുൻ ജഡ്ജിമാരും മുൻ മേധാവിയും ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ജമ്മുവിലെ നരിവാലിൽ ഇരട്ട സ്ഫോടനത്തിൽ 6 പേർ അറസ്റ്റിൽ. ജമ്മു പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇവരുടെ നില ഗുരുതരമല്ല. സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭീകരാക്രമണമാണെന്ന് ജമ്മു കാശ്മീർ ADGP മുകേഷ് സിംഗ് പറഞ്ഞു. ഡൽഹി ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അടക്കം കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണം നിഷേധിച്ച് ദേശീയ ഗുസ്തി ഫെഡറേഷൻ രംഗത്തെത്തി. കായിക മന്ത്രാലയത്തിന് നൽകിയ വിശദീകരണത്തിലാണ് പ്രതികരണം. രാജ്യത്ത് ഗുസ്തിയുടെ വളർച്ചയ്ക്ക് ആരോപണങ്ങൾ സഹായിക്കില്ല. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വ്യക്തി താൽപ്പര്യങ്ങളെന്നും ഫെഡറേഷൻ വിശദീകരണ കത്തിൽ വ്യക്തമാക്കി. ജാതി വിവേചനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനിടെ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചു. രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് ശങ്കർ മോഹൻ പ്രതികരിച്ചു. അതേസമയം സമരത്തിന്റെ മറ്റാവശ്യങ്ങളിൽ കൂടി ഉറപ്പ് ലഭിച്ച ശേഷം സമരം പിൻവലിക്കാം എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. 48 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കി ശങ്കർ മോഹൻ രാജിവെച്ചത്. ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണന് കൈമാറിയ രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും ലഭിച്ചു. ടേം പൂർത്തിയാകുന്നതിനാലാണ് രാജിവെക്കുന്നതെന്നാണ് ശങ്കർ മോഹൻ പ്രതികരിച്ചത്. കണ്ട വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കാൻ താൻ മന്ത്രിയല്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വേറെ ആരുടെങ്കിലും സമയം നോക്കി ചെയ്യും. ഇവിടെ ഇതിനുള്ള സ്ഥലമല്ല. സാറിനത് കൈമാറി എന്നാണ്. പ്ലീസ്, ഞാൻ മന്ത്രിയൊന്നുമല്ലല്ലോ. കാണുന്നിടത്തെല്ലാം പോയി അഭിപ്രായം പറയാനാണ്. അതേസമയം സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ച ശേഷം സമരം പിൻവലിക്കാമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. അക്കാഡമിക് വിഷയങ്ങൾ അടക്കമുള്ള 11 ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരൊന്നും വന്നില്ല. രാജ്യമായിരുന്നു ഒരു ഡിമാൻഡ്, 12 ഡിമാൻഡുകൾ. ബാക്കി 11 ഡിമാൻഡുകളുടെ ഒരു അതിലോട്ടുള്ള ചർച്ചയ്ക്ക് അതിലുള്ള മീറ്റിങ്ങിനുള്ളൊരു കൺഫർമേഷനും ബാക്കി കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അക്കാഡമിക് ഇതിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഒരു ചർച്ച നടത്തി പക്ഷെ അത് റെസ്യൂം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ഡിസംബർ 4 മുതലാണ് കോട്ടയം പള്ളിക്കത്തോട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഡിസംബർ 23 മുതൽ ജില്ലാ കളക്ടർ കോളേജ് അടച്ചിടുകയായിരുന്നു. കേവലം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല സമരത്തിൽ ഉയർന്നു കേട്ടത്. ദിവസവേതനക്കാരായ സ്ത്രീ തൊഴിലാളികളോട് ശങ്കർ മോഹൻ ജാതീയമായി പെരുമാറിയെന്ന ഗുരുതരമായ ആരോപണവുമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ? ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18, പള്ളിക്കത്തോട്. ശങ്കർ മോഹനെതിരെ ഉയർന്ന ആരോപണം ശരിയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി മന്ത്രി R ബിന്ദു. പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരത്ത് അദ്ദേഹം രാജി സമർപ്പിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്റെ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഇതിലും ഈ റിപ്പോർട്ടിൽ നേരത്തെ ഇവർ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണോ തെളിയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം.
2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. എതിരാളികളെ വകവരുത്താൻ സർവീസ് ടീമുകൾക്കും കില്ലർ സ്ക്വാഡുകൾക്കും രൂപം നൽകിയിട്ടുണ്ട് എന്നും കോടതിയിൽ വ്യക്തമാക്കി. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIAയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത കാൽനൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് PFI ലക്ഷ്യമിടുന്നത് എന്നാണ് NIAക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വെളിവാക്കുന്നത്. സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 20 പ്രതികളിൽ 6 പേരും ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ഇരുഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ UAPA നിയമത്തിലെ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. 2022 ജൂലൈയിലാണ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പ്രവീണിന്റെ കൊലപാതകം നടന്നത്. മുതിർന്ന PFI നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പട്ടികയിലുള്ളവരെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പ്രത്യേക ടീമുകൾ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രം പറയുന്നു. ബംഗളൂരു, സുള്ളിയ ടൗൺ എന്നിവിടങ്ങളിലായി PFI അംഗങ്ങളുടെയും നേതാക്കളുടെയും യോഗങ്ങൾ ചേർന്ന് ഗൂഢാലോചന നടത്തി. ജില്ലാ സർവീസ് ടീം തലവൻ മുസ്തഫ ഒരു പ്രത്യേക സമുദായത്തെ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം 4 പേരെ കണ്ടെത്തി. അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നും കുറ്റപത്രം പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടി സർക്കാർ. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തത്. ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം 100-ലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസ്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ധോണിയെ വിറപ്പിച്ച PT-7 പിടികൂടാനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു. PT-7 ഉൾക്കാട്ടിലേക്ക് കയറിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ദൗത്യം നാളെയും തുടരുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ദൗത്യം ആരംഭിച്ചത്. ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള ചപ്പാത്തിൽ PT-7 ഉണ്ടായിരുന്നു എന്നതിനാൽ 10 മണിയോടുകൂടി ദൗത്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത്. എന്നാൽ 10 മണിക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ചപ്പാത്തിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് PT-7 വലിഞ്ഞതോടെ ദൗത്യം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. നമ്മൾ ഇവിടുന്ന് തൊട്ട് ബാക്കിനുള്ള ചപ്പാത്തിൻ്റെ മുകളിലുള്ള ഒരു മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ പിന്നാലെ പോവുകയും മരുതും ചൂടെന്ന് പറയുന്ന ഇതിനകത്തുള്ള ചെറിയൊരു ഭാഗമാണ്. നമ്മൾ ഭൂമിക്കകത്ത് പല പല പേരുകൾ അവർ ലോക്കലി പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇതിനെ ആദ്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെങ്കിലും കാരണം ആനയും വളരെ കൃത്യമായിട്ട്, കാരണം ആളുകൾ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അല്പം സാഹചര്യം ഓക്കെ ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനയുടെ ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ടും സ്റ്റീപ്പ് ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും നമുക്ക് ആ ഒരു ഡാർട്ടിംഗ് എന്ന വിഷയം നമുക്കിപ്പോൾ നടത്താൻ. PT-7 ഇന്ന് പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ധോണി നിവാസികൾ. പക്ഷേ ഉദ്യമം പകുതി വഴിയിൽ അവസാനിപ്പിച്ചത് അവർക്ക് നിരാശ നൽകുന്നതാണ്. ശ്രമം നാളെയും തുടരുമെന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകുന്നു. ശ്രമം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത്രയും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ചിലപ്പോൾ പലയിടത്തും നമുക്ക് പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊന്നും ഈ രാവിലെ നേരത്തെ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. അങ്ങനെ രാത്രി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ PT-7 വീണ്ടും ഉൾക്കാട്ടിൽ തുടർന്നാൽ പ്രതിസന്ധി തുടരും. ധോണിയിൽ നിന്നും പ്രജിത് കൊങ്ങാടിനും അഖിലോട്ടുപാറയ്ക്കും അനുമോദിനുമൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. PT-7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാൻ 3 കുങ്കിയാനകളെയാണ് ദൗത്സംഘം ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നാട് വിറപ്പിച്ച കൊമ്പന്മാർ തന്നെയാണ് കുങ്കിയാനകളായി എത്തുന്നത്. വനംവകുപ്പ് പിടികൂടി പ്രത്യേക പരിശീലനത്തിലൂടെ മെരുക്കിയെടുക്കുന്ന കാട്ടാനകളാണ് കുങ്കിയാനകൾ. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനം വകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനം വകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ. ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജംപാറയിൽ നിന്നും 1 വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ
വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഈ 3 പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുവിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയ പ്രസംഗത്തിൽ മാറ്റമില്ലാതെയാണ് ഗവർണർ പ്രസംഗം അംഗീകരിച്ച് സർക്കാരിന് തിരികെ നൽകിയത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കവിഷയങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെയും മയപ്പെട്ട വിമർശനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. നിയമമന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിലുള്ള ഉപസമിതിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കിയത്. തിങ്കളാഴ്ചയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് യൂണിറ്റ് മേധാവികൾക്കുള്ള നിർദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം ഓം പ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട 3 പേർ തിരുവനന്തപുരത്ത് കോടതിയിൽ കീഴടങ്ങി. സേനയിലെ കളങ്കിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് നിർദ്ദേശിച്ചിരുന്നു. ഈ പട്ടിക ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് നൽകാനാണ് യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. യൂണിറ്റ് മേധാവിമാരായ IGമാർ, DIGമാർ, സിറ്റി പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടിക നൽകേണ്ടത്. പോക്സോ, പീഡനം, വിജിലൻസ്, ഗുരുതര കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുക. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ടവരുടെ വിവരങ്ങളും അറിയിക്കണമെന്ന് DGP നിർദ്ദേശിച്ചു. DYSP ഉൾപ്പെടെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരശേഖരമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സേനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി 24 CIമാരെ കൂടി സ്ഥലം മാറ്റി. അതേസമയം കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കോടതിയിൽ കീഴടങ്ങി. ആരിഫ്, ആസിഫ്, ജോമോൻ എന്നിവരാണ് കീഴടങ്ങിയത്. ഓം പ്രകാശിനും പുത്തമ്പാലം രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ്. കവടിയാറിലെ വീട്ടിലാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയത്. പാറ്റൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഓം പ്രകാശിന്റെ സംഘത്തിൽപ്പെട്ട 4 പേർ ഇന്ന് കീഴടങ്ങിയിരുന്നു. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷമായിരുന്നു ആത്മഹത്യ. അതേസമയം തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിനെതിരെ കേസെടുത്തിരുന്നു. പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത് ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്ത് ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അമലിന്റെ ആത്മഹത്യ. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ വിഴിഞ്ഞം പോലീസിനെ വിളിച്ചു പറഞ്ഞു. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു ഇയാളുടെ ആരോപണം. രാത്രി തള്ളേരടുത്ത് പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത് ഫേസ്ബുക്കിൽ എന്താ കേട്ടായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ പോകണം കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിനെതിരെ കേസെടുത്തിരുന്നു. തൊടുപുഴ സ്വദേശിയായ യുവതിയുമായി അമലിന്റേത് 2ാം വിവാഹമായിരുന്നു. യുവതിയുടെ ആദ്യ ഭർത്താവ് ആക്രമിക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു എന്നായിരുന്നു അമലിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം.
കൊല്ലം ആയൂരിൽ മകളോട് മോശമായി സംസാരിച്ച മദ്യപ സംഘത്തെ ചോദ്യം ചെയ്ത പിതാവിന് ക്രൂരമർദ്ദനം. തൊട്ടുപിന്നാലെ പിതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. മർദ്ദന വിവരം ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും മകളെയും കൂട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു അജയകുമാർ. വീടിന് സമീപത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന 4 അംഗ സംഘം മകളെ അനാവശ്യം പറഞ്ഞു. മകളെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങിയെത്തിയ അജയകുമാർ മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തു. ക്ഷുഭിതരായ സംഘം പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. അജയകുമാറിന്റെ മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റു. മാനസികമായി തകർന്ന പിതാവിനെ തൊട്ടടുത്ത ദിവസം രാത്രി 9 മണിയോടെ വീടിനു പിന്നിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിനെ ട്യൂട്ടോറിയിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അയലോക്കത്ത് വെച്ച് വരുന്ന വഴിയിൽ വെച്ച് മദ്യപാന സംഘം പള്ളു പറഞ്ഞ് കൊച്ചിനെ കളിയാക്കി. അത് വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദിച്ച് അവശനാക്കി കണ്ണിൻ്റെ മുഖം മൊത്തം അടിച്ച് ശരിക്ക് വളയിട്ടാണ് അടിച്ചത്. വീട്ടിൽ വന്ന് മിണ്ടാതെ റൂമിൽ കയറി കിടന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഇതിൻ്റെ മനംനൊന്താണ് അനിയൻ ആത്മഹത്യ ചെയ്യാൻ കാരണം. പോലീസിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറായെങ്കിലും മൊഴി പറയാൻ ആരും തയ്യാറായില്ല. മരണത്തിന് കാരണക്കാരായ 4 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് അജയകുമാറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. MDMAയുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റാണ് തൂങ്ങി മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMAയുമായി പിടികൂടിയത്. ഇലന്തൂർ നരബലി കേസിലെ 2ാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. റോസ്ലി വധക്കേസിൽ 3000 പേജുള്ള കുറ്റപത്രമാണ് കാലടി പോലീസ് സമർപ്പിച്ചത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് പ്രതികൾ. 200 സാക്ഷികൾ, 130 അനുബന്ധ രേഖകൾ, കത്തിയുൾപ്പെടെ 50ഓളം തൊണ്ടിമുതലുകളും ഹാജരാക്കി. കൊലക്കുറ്റത്തിന് പുറമെ മനുഷ്യക്കടത്ത്, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് ബൈക്ക് യാത്രക്കാർക്ക് കടന്നൽ കുത്തേറ്റു. നരിക്കാട്ടേരി കാരയിൽ കനാൽ പരിസരത്ത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന കാരയിൽ അഹമ്മദ്, മരുതൂർ കുഞ്ഞബ്ദുള്ള എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഏതാനും ദിവസം മുൻപ് ഒരാൾ കടന്നൽ കുത്തേറ്റ് മരിച്ചിരുന്നു. കായിക വാർത്തകൾ. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 2ാം ഏകദിനത്തിൽ കിവീസിനെ 8 വിക്കറ്റിന് തകർത്തു. 109 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ശുഭ്മാൻ ഗിൽ 40 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. കോഹ്ലി 11 റൺസ് എടുത്ത് പുറത്തായി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡ് 35ാം ഓവറിൽ 108 റൺസിന് ഓൾ ഔട്ടായി. 36 റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സാണ് ടോപ്പ് സ്കോർ. വാർത്തകൾ വിശദമായി. കോതമംഗലത്ത് ബന്ധുക്കളായ 2 പേർ പുഴയിൽ മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ട് പൂയംകുട്ടിക്ക് സമീപം കണ്ടൻപാറ ഭാഗത്താണ് സംഭവം. കുട്ടമ്പുഴ കൂവപ്പാറ സ്വദേശി അലി, വണ്ണപ്പുറം സ്വദേശി അബീദ് എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് വൈകിട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ ബന്ധു വീട്ടിൽ വന്ന കുട്ടികളായിരുന്നു ഇവർ. കോതമംഗലത്ത് എത്തിയതായിരുന്നു ഇവർ. വൈകിട്ട് മറ്റുള്ളവരോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളോടൊപ്പം തന്നെയാണ് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത്. പൂയംകുട്ടിക്ക് സമീപം കണ്ടൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് ഈ കുട്ടികൾ വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കുട്ടമ്പുഴ കൂവപ്പാറ സ്വദേശി 17 വയസ്സുള്ള അലി, വണ്ണപ്പുറം സ്വദേശി 14 വയസ്സുള്ള ആബിദ് എന്നീ കുട്ടികളാണ് മുങ്ങി മരിച്ചത്. ഇതിൽ ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക. ഇവർ വെള്ളത്തിൽ മുങ്ങിയ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിലുള്ള ഒരു ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീടാണ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായത്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രഞ്ജിത്ത. ശരി.
ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകളേറെ. ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ജീവനക്കാർക്ക് പരിശീലനം, ഹൈജീൻ റേറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി ഉത്തരവ് ഇറക്കി. ഒരു ഹോട്ടൽ വീഴ്ച കണ്ടെത്തി പൂട്ടിച്ചാൽ അവ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചാൽ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്നതായിരുന്നു മുൻ മാനദണ്ഡം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പരിശോധിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യം മാറുകയാണ്. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഹോട്ടൽ അടപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ച ശേഷം വകുപ്പിനെ അറിയിക്കണം. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കും. പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ തുറക്കാൻ അനുവദിക്കും. എന്നാൽ 2 ആഴ്ചയ്ക്കിടെ ഇതേ സ്ഥാപനത്തിൽ വീണ്ടും പരിശോധന നടത്തും. ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ എടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവ എടുത്ത ശേഷം മാത്രമാകും തുറക്കാൻ അനുവദിക്കുക. ഹൈജീൻ റേറ്റിംഗ് നടത്താത്തവർ 1 മാസത്തിനുള്ളിൽ റേറ്റിംഗ് പൂർത്തിയാക്കി പ്രദർശിപ്പിക്കണം. ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ജനുവരി 3 മുതൽ ആരംഭിച്ച പ്രത്യേക പരിശോധനയിൽ 290 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. 1487 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിരുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സുനാമി ഇറച്ചി പട്ടികയെ ചൊല്ലി കളമശ്ശേരി നഗരസഭാ കൗൺസിൽ ഇന്നും വാക്പോര്. അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലിയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടിയത്. ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഴകിയ ഇറച്ചിയെക്കുറിച്ചുള്ള ഫയൽ കൗൺസിലിൽ അവതരിപ്പിച്ചു. 60ഓളം വിഷയങ്ങൾ അജണ്ടയിലുണ്ടായിരുന്നിട്ടും ഏറെ വിവാദമായ പഴകിയ ഇറച്ചിയെ ചൊല്ലി ചർച്ചയില്ലാത്തതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. കൗൺസിൽ തുടങ്ങിയപ്പോൾ തന്നെ പഴകിയ ഇറച്ചി വിതരണം ചെയ്യപ്പെട്ട ഹോട്ടലുകളുടെ വിവരങ്ങൾ പ്രതിപക്ഷം ആരാഞ്ഞു. ചെയർപേഴ്സൺ കൗൺസിൽ വിവരങ്ങൾ ധരിപ്പിക്കുന്നില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിയുന്നതെന്നുമായിരുന്നു ആരോപണം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സംരംഭക മഹാസംഗമം കൊച്ചിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. പ്രതിപക്ഷത്തിന്റെ നടപടിയെ മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം പദ്ധതി ലക്ഷ്യം ഭേദിച്ചതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംരംഭം തുടങ്ങുന്നതിനും നിലവിലുള്ളത് വികസിപ്പിക്കുന്നതിനുമായി എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് മഹാസംഗമം നടത്തിയത്. കേരളത്തിൽ വ്യവസായമേ ഇല്ല എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ വളർച്ച ഇവർ കാണുന്നില്ലെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതിനെ മുഖ്യമന്ത്രി വിമർശിച്ചു. ആരെയും സർക്കാർ മാറ്റി നിർത്തിയിട്ടില്ലെന്നും നാടിന്റെ വികസനത്തിനായി ഒരുമിക്കാൻ നാടിനോട് പ്രതിബദ്ധത ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കക്ഷി അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും. അത് നാടിന്റെ പൊതുവായ വികസനത്തെ ബാധിക്കാൻ പാടില്ല. നാടിന്റെ വികസനത്തിന്റെ പ്രശ്നം വരുമ്പോൾ മറ്റഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചണിനിരക്കാൻ കഴിയണം. ഏപ്രിൽ മുതൽ ഇ കൊമേഴ്സ് സംരംഭം തുടങ്ങുമെന്ന് അധ്യക്ഷത വഹിച്ച വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. രാജ്യത്തെ വ്യവസായ സൌഹൃദ റാങ്കിങ്ങിൽ കേരളത്തെ 10ാമതെത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ബ്രാൻഡ്, കേരള കൊയർ, കേരള കൈത്തറി, കേരള ഖാദി, കേരള കാഷ്യൂ പോലെ ഓരോ ഉൽപ്പന്നവും ഇപ്പൊ വിളിച്ചെന്ന മെയ്ഡ് ഇൻ കേരള, സേഫ് ടു ഈറ്റ്. ഏപ്രിൽ മാസം മുതൽ ഞങ്ങൾ ബ്രാൻഡ് നൽകാൻ പോവുകയാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ഏപ്രിൽ മാസത്തോടുകൂടി ഇ കൊമേഴ്സ് വിപണനത്തിന് നമുക്ക് ഒരുക്കാൻ കഴിയും. അതേസമയം മുഖ്യമന്ത്രിക്ക് വാർത്താക്കുറിപ്പിലൂടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മറുപടി നൽകി. വ്യാജ കണക്കുകളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിന് കൂട്ടുനിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സംഗമത്തിന്റെ കൈപ്പുസ്തക പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംരംഭക വർഷം പദ്ധതിയിലൂടെ ഇതുവരെയായി 1,22,080 സംരംഭങ്ങളും 7,462.92 കോടിയുടെ നിക്ഷേപവും ഉണ്ടായെന്നാണ് സർക്കാർ കണക്കുകൾ. ന്യൂസ് 18 കൊച്ചി. പ്ലാനിംഗ് ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാത്തതാണ് പദ്ധതികളുടെ ആസൂത്രണം ഫലപ്രദമായി നടപ്പിലാക്കാൻ വിലങ്ങുതടിയാകുന്നതെന്ന് മുൻ ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ. GST വകുപ്പിന്റെ പരിഷ്കരണം തുടക്കത്തിലെ നടപ്പാക്കിയെങ്കിൽ കോടികളുടെ വരുമാനം സർക്കാരിന് നേരത്തെ ഉണ്ടാകുമായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. GST വകുപ്പ് നിലവിൽ വന്ന ശേഷം നികുതി ചോർച്ച തടയുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ വൈകിയത് വഴി സംസ്ഥാന ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടായതായാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നികുതി അടയ്ക്കാതെ രജിസ്റ്റർ ചെയ്ത ആഡംബര വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുള്ളതായാണ് ആക്ഷേപം. ഇവിടെ എത്ര മാസമായി ഈ നികുതി വെട്ടിച്ച് കടന്നു വരുന്ന
വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കാതെ ഇൻവോയ്സ് അവിടെ നിന്ന് എടുത്ത് ബാംഗ്ലൂരിന്നോ അല്ലെങ്കിൽ കോയമ്പത്തൂരിന്നോ മറ്റേ സ്റ്റേറ്റിൽ നിന്നോ ഒരു ചരക്കെടുത്തിട്ട് വരും. ചരക്കെടുത്തിട്ട് വന്ന് ഇവിടെ വന്ന് ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യും. വാസ്തവത്തിൽ ചരക്കൂടെ ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പരിശോധിക്കപ്പെടുന്നില്ല. മൊത്തത്തിൽ ഇൻവോയ്സ് ക്യാൻസലേഷൻ ഉണ്ടായാൽ പോലും ടാക്സ് ക്യാൻസലേഷൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ ഒരു വിമാന ടിക്കറ്റ് എടുത്ത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ ആ ടാക്സ് ക്യാൻസൽ ആവില്ല. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആരാണ്? യാതൊരു തരത്തിലുള്ള പൈസ അവിടെ കൊടുക്കാതെയും ഇവിടെ കൊടുക്കാതെയും കടന്നു വരുന്നത് ആരാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള ഇൻവോയ്സ് ചെക്കിങ്ങുകളോ കാര്യങ്ങളോ നടക്കുന്നില്ല. സംസ്ഥാനത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം നിലച്ച മട്ടിലാണെന്നും വിഷയവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം വികസന പദ്ധതികൾ നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ നിക്ഷേപ സാധ്യതകൾ ഉൾപ്പെടെ വർദ്ധിക്കുമായിരുന്നെന്നും മുൻ ആസൂത്രണ ബോർഡ് അംഗം കൂടിയായ CP ജോൺ പറയുന്നു. ധനവകുപ്പിൽ നടക്കുന്ന ധനാഗമന സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നില്ല. പ്ലാനിംഗ് ബോർഡ് ഈസ് ഡെഡ്. മുൻകാലങ്ങളിൽ അതല്ല. ഞാൻ V. രാമേന്ദ്രൻ സാറിന്റെ കൂടെയും KM ചന്ദ്രശേഖരന്റെ കൂടെ ഇരുന്നാണല്ലോ ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റുകളിലെ. എല്ലാ മന്തും എല്ലാ മാസവും കൃത്യമായി ധനവകുപ്പ് റിപ്പോർട്ട് ചെയ്യും. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ മെമ്പർക്കല്ല. കൃത്യമായ റിപ്പോർട്ടിങ്ങും സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നു. മെമ്പർമാരെ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇന്നവിടെ മെമ്പർമാരെന്താ ചെയ്യുന്നത്? ഇവിടെ ടാക്സ് വരുന്ന വരുമാനത്തെ സംബന്ധിച്ച് പ്ലാനിംഗ് ബോർഡ് ഡിസ്കസ് ചെയ്തോ? ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാനിത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. പ്ലാനിംഗ് ബോർഡ് കൂടുന്നുണ്ടോ? പ്ലാനിംഗ് ബോർഡ് കൂടുന്നുണ്ടോ യോഗം? വർഷത്തിൽ ഒരു പ്രാവശ്യം 1.5 പ്രാവശ്യം കൂടും. സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചെന്ന ആക്ഷേപം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നും CP ജോൺ പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ A. ഷാനവാസിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി ഉപയോഗിച്ചു. ആഭ്യന്തര വകുപ്പ് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPM പോലീസ് സംഘമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായും സതീശൻ. മാധവ് ഗാഡ്ഗിലിനെതിരെ വനമന്ത്രി AK ശശീന്ദ്രൻ. മലയോര ജനതയുടെ മനസ്സിൽ തീ കോരിയിട്ട ആളാണ് ഗാഡ്ഗിൽ. അന്ന് തുടങ്ങിയ ആശങ്കയാണ് പശ്ചിമഘട്ടത്തിലെ കർഷകർക്കുള്ളതെന്നും ശശീന്ദ്രൻ. CPM അംഗം SR രമേശ് കൊട്ടാരക്കര നഗരസഭാ അധ്യക്ഷൻ. LDF ധാരണ പ്രകാരം ചെയർമാനായിരുന്ന A. ഷാജു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ ചെയർമാൻ തെരഞ്ഞെടുത്ത് വോട്ടെടുപ്പിൽ നിന്ന് BJP വിട്ടത്. KPC ട്രഷറർ V. പ്രതാപേന്ദ്രന്റെ ഭരണത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ K. സുധാകരൻ. റിപ്പോർട്ട് വൈകാതെ ലഭിക്കും. ഇതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സുധാകരൻ. യുവസംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ സഹോദരൻ മധുവിന്റെ മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് DYSP ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൊല്ലം കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിന് സമ്മാനിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം നൽകിയത്. ബിവറേജ് ഔട്ട്ലെറ്റ് പൂട്ടുപൊളിച്ച് മോഷണം നടത്താൻ ശ്രമിച്ച ദൃശ്യം പുറത്ത്. തിരുവനന്തപുരം കോലിയേക്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പൂട്ടുകളാണ് ഇന്നലെ രാവിലെ ജീവനക്കാർ എത്തിയ സമയം തകർന്ന നിലയിൽ കാണപ്പെട്ടത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുതിയ ഡയറക്ടർക്കായി സെർച്ച് കമ്മിറ്റിയിൽ VK രാമേന്ദ്രൻ, ഷാജി N. കരുൺ, TV ചന്ദ്രൻ എന്നിവരാണ്. നന്ദകുമാർ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് KR നാരായണൻ ഇത്തരത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും രാജിവെച്ചത്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടറുടെ രാജിവെക്കുകയും ചെയ്തത്. അങ്ങനെ രാജിവെച്ചതിന് ശേഷം ഇത്തരത്തിൽ പുതിയ ഡയറക്ടർക്കായി ഇപ്പോൾ സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സെർച്ച് കമ്മിറ്റിയിൽ ഡോക്ടർ VK രാമചന്ദ്രൻ, ഷാജി N. കരുൺ, അതോടൊപ്പം തന്നെ ഡോക്ടർ TV ചന്ദ്രൻ എന്നിവർ ഉണ്ട്. പ്രത്യേകിച്ച് VK രാമചന്ദ്രൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കൺവീനറാണ്. അതോടൊപ്പം തന്നെ ഷാജി N. കരുൺ
KSFDCയുടെ ചെയർമാനും സിനിമാ സംവിധായകൻ TV ചന്ദ്രനുമാണ് ഈ ഒരു 3-അംഗ സെർച്ച് കമ്മിറ്റിയിലുള്ളത്. എന്തായാലും ഈ ഒരു മൂന്നംഗ സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. സാജു കുമാർ ജോയിന്റ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ്, സർക്കാരിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് ഇനി പുതിയ VCയെ തെരഞ്ഞെടുക്കാനുള്ള നിയമ നടപടികൾ നടക്കുക. രഞ്ജിത്ത്. ശരി. ഒരേക്കറിലധികം വരുന്ന വിദ്യാലയ വളപ്പിൽ ഒരു പിടി മണ്ണില്ല, പകരം ചെങ്കല്ലാണ്. കൃഷി നടത്തണമെങ്കിൽ മണ്ണ് പുറത്തു നിന്ന് കൊണ്ടുവരണം. ഈ സാഹചര്യത്തിലും പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത് മാതൃകയാവുകയാണ് കുട്ടികൾ. മലപ്പുറം കാളികാവ് വെള്ളയൂർ UP സ്കൂളിൽ നിന്നാണ് ഈ മനോഹര കാഴ്ച. വിദ്യാലയ മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിലെ കോളിഫ്ലവറിന്റെ വിളവെടുപ്പ് ആഘോഷമാക്കുകയാണ് അധ്യാപകരും കുട്ടികളും. കുട്ടികളുടെ പച്ചക്കറി തോട്ടത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. പച്ചമുളക് മുതൽ കപ്പ വരെയുണ്ട്. എല്ലാം വിളവെടുപ്പിന് പാകമായി. ഇവിടെ നിന്ന് പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ നേരെ പാചകപ്പുരയിലേക്കാണ്. ഉച്ചഭക്ഷണത്തിലെ വിഭവങ്ങൾ മാറ്റിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഓരോ തവണയും വ്യത്യസ്ത പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ 18 തരം പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ്. ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് മാറ്റം വരുത്തി കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൃഷി നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾ ചീനപ്പറങ്കയും ചീരയും ഇനി നട്ടുപിടിപ്പിക്കും. കഴിഞ്ഞ നവംബർ 11-നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കൃഷി ഇറക്കിയത്. വിത്ത് വാങ്ങി മുളപ്പിച്ച് ജൈവ രീതിയിലാണ് കൃഷി. വിദ്യാലയത്തിൽ നടപ്പാക്കിയ ഒരു പിടി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ നിന്നും മണ്ണെത്തിച്ചാണ് കൃഷിത്തോട്ടം നിർമ്മിച്ചത്. ഞങ്ങളുടെ ഈ സ്കൂളിൽ നിൽക്കുന്നത് ഈ വെട്ടുപാറയുടെ മുകളിലാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാനായിട്ട് മണ്ണിനൊക്കെ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ തന്നെ ഒരു പിടി മണ്ണ് എന്ന പ്രോഗ്രാമുമായി ഓരോ കുട്ടികളും മണ്ണ് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ചെങ്കൽ പ്രദേശമായതിനാൽ നനയ്ക്കലും പരിപാലനവുമൊക്കെ ഏറെ വേണ്ടി വന്നു. ഇതെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തത്. വിദ്യാലയങ്ങളിൽ കൃഷി ഇക്കാലത്ത് പുതുമയല്ല. എന്നാൽ മണ്ണടക്കം എത്തിച്ചുള്ള കൃഷി ഇവിടെ മാത്രമാകും. മറ്റു സ്കൂളുകൾക്ക് മാതൃകയാവുകയാണ് വെള്ളയൂർ സ്കൂളിലെ കുട്ടികൾ. ന്യൂസ് 18 മലപ്പുറം. ഗൃഹോപകരണങ്ങളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ട് തങ്ങളുടെ വിൽപ്പനാനന്തര സേവനം ശക്തമാക്കുന്നു. ഇവിടെ നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, LED തുടങ്ങിയവ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് ഭാവിയിൽ സംഭവിക്കാവുന്ന കേടുപാടുകൾക്ക് മുഴുവൻ പരിരക്ഷ സഹിതമുള്ള വിൽപ്പനാനന്തര സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. തീയിലോ വെള്ളത്തിലോ വീണ സംഭവിക്കുന്ന നഷ്ടങ്ങളും കൂടി ഈ പദ്ധതിയിലൂടെ പരിഹരിക്കുമെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സ്ഥാപകനും CEO-യുമായ ഷിജോ കെ തോമസ് പറഞ്ഞു. ഇതിനായി രാജ്യത്തെ മുൻനിര കമ്പനിയായ ഓൺസൈറ്റ് ഗോയുമായി ധാരണയായതായി അദ്ദേഹം അറിയിച്ചു. ഓൺസൈറ്റ് ഗോയുടെ CSO ഗൗരവ് അഗർവാൾ, സെയിൽസ് മേധാവി മനീഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.